നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലിസ്റ്റഡ് ആയിട്ടുള്ള സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ കൂട്ടത്തിലേക്ക് ഇതാ മറ്റൊരു ബാങ്ക് കൂടി. മാത്രമല്ല, ഫെബ്രുവരി 7-ാം തീയതി ഓപ്പൺ ആവുന്ന മറ്റൊരു IPO കൂടിയാണിത്. ഇത് മറ്റൊന്നുമല്ല, ജന സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 4ാമത്തെ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് അവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കണക്കിലെടുക്കുമ്പോൾ. അപ്പോൾ ഈ ബാങ്ക് 2006-ലാണ് രൂപം കൊള്ളുന്നത്. 2008 ആയപ്പോഴേക്കും അവർക്ക് NBFC ലൈസൻസ് കിട്ടി. തുടർന്ന് 2018-ൽ സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ ലൈസൻസും ജന സ്മോൾ ഫിനാൻസ് ബാങ്കിന് ലഭിച്ചു. തുടർന്ന് അടുത്ത വർഷം അതിന് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പദവി ലഭിക്കുകയും ചെയ്തു. ഈ കമ്പനിയുടെ IPO 570 കോടി രൂപയ്ക്കുള്ളതാണ്. ഇതിൻ്റെ 462 കോടി രൂപയാണ് ഫ്രഷ് ഓഹരികളായിട്ട് കമ്പനി വിൽക്കുന്നത്. അതുകൂടാതെ 108 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ജന സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ IPO വിശേഷങ്ങളിലേക്ക് കിടക്കാം. ജന സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ 4ാമത്തെ സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ടുള്ള ജനയ്ക്ക് 771 ബാങ്കിങ് ഔട്ട്ലെറ്റുകളാണ് ഉള്ളത്. അതിൽ 278ഉം ബാങ്കിങ് സംവിധാനങ്ങളൊന്നും നിലവിലില്ലാത്ത റൂറൽ മേഖലകളിലാണ്, ഗ്രാമീണ മേഖലകളിലാണ്. ആകെ ഏകദേശം 1.2 ക്രോഡ്സ് കസ്റ്റമേഴ്സാണ് ബാങ്കിന് ആകെ ഉള്ളത്. അപ്പോൾ ഈ റൂറൽ ഔട്ട്ലെറ്റ്സുകളിൽ ഗ്രാമീണ മേഖലകളിലെ വീടുകളിൽ ചെന്ന് സേവനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ബിസിനസ് കറസ്പോണ്ടൻറ്റുകളെയും അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ 20ഓളം ബിസിനസ് കറസ്പോണ്ടൻറ്റുകളും ഈ ബാങ്കിങ് ഔട്ട്ലെറ്റ്സുകൾക്ക് പുറമെ ബാങ്കിനുണ്ട്. സെക്യൂർഡ് ലോണുകളുടെ കാര്യം പറയുമ്പോൾ മൈക്രോ ഫിനാൻസിൻ്റെ ലോൺ അഗൻസ്റ്റ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ MSME ലോൺ, അഫോർഡബിൾ ഹൗസിംഗ് ലോൺസ്, ടേം ലോൺസ് ടു NBFC, ലോൺ അഗൻസ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ്, 2 വീലർ ലോൺസ്, അതുപോലെ തന്നെ ഗോൾഡ് ലോൺസും ഒക്കെ അതിനകത്ത് വരും. പിന്നെ അൺസെക്യൂർഡ് ലോണുകളുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഇൻഡിവിജ്വൽ മൈക്രോ ബിസിനസ് ലോൺസ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ആൻഡ് അലൈഡ് ലോൺസ്, പിന്നെ ഗ്രൂപ്പ് ലോണുകളുടെ കാര്യം പറയുമ്പോൾ വിമൻ ഗ്രൂപ്പുകൾക്ക്, അതായത് സ്ത്രീകളുടെ കൂട്ടായ്മകൾ, സംഘങ്ങൾക്കാണ് അത്തരത്തിൽ ഉള്ള ലോണുകളും കൊടുക്കുന്നത്. ഇനി ബാങ്കിൻ്റെ പ്രൊമോട്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ജന ക്യാപിറ്റൽ ലിമിറ്റഡും ജന ഹോൾഡിംഗ് ലിമിറ്റഡുമാണ് പ്രധാന പ്രൊമോട്ടേഴ്സ്. ഇവരുടെ കൈവശം ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 25.2% ഓഹരികളാണുള്ളത്. പിന്നെ ഇതിനൊരു പ്രൊമോട്ടർ എന്ന് പറയാനായിട്ട് ഒരു വ്യക്തിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ലാത്തതുകൊണ്ട് അതിൻ്റെ MD CEO ആയിട്ടുള്ള അജയ് കൻവാളിൻ്റെ ചിത്രമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി പ്രധാന വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ EPS 42.64, PE റേഷ്യോ ഇഷ്യൂവിന് മുമ്പ് 9.22, ഇഷ്യൂ കഴിഞ്ഞ് 9.71 ആയിരിക്കും. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 14.4% ആയിരിക്കും. NAV 323.23 പെർ ഷെയറുമാണ്. ഇനി ബാങ്ക് ഇഷ്യൂ നടത്തുന്ന 462 കോടി രൂപയുടെ ഫ്രഷ് ഓഹരികളാണ് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത്. അതുവഴി ലഭിക്കുന്ന പണം അവർ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഫ്യൂച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് Tier 1 ക്യാപിറ്റൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടും കൂടാതെ മറ്റ് കമ്പനി എക്സ്പെൻസസ് നേരിടുന്നതിന് വേണ്ടിയിട്ടുമായിരിക്കും എന്നവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി കമ്പനിയുടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ റവന്യൂ നോക്കൂ. 2021-ൽ 2720.74 കോടി രൂപ റവന്യൂ ഉണ്ടായിരുന്നത് അടുത്ത വർഷമായപ്പോൾ 3062.37 എന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട്. അടുത്ത വർഷം 2023-ൽ 3699.88 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ നെറ്റ് ഇൻകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 2021-ൽ 72.26 കോടിയും 17.47 2022-ലുമാണ്. അപ്പോൾ 2022-ൽ നല്ലപോലെ കമ്പനിയുടെ അറ്റാദായത്തിൽ കുറവ് വന്നിട്ടുണ്ട്. കാരണം കോവിഡിൻ്റെ പാൻഡമിക് സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇടിവാണത്. അടുത്ത വർഷം നോക്കി 255.97 ആയിട്ട് അത് വർദ്ധിച്ചിരിക്കുകയാണ്.
ഇത് അർദ്ധവാർഷിക കണക്കാണ്, 2024 കണക്കാണ് ഈ ലാസ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുള്ളത്, 213.22 എന്നുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് 2023 22 തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ, 20.82% വർധനവാണ് റവന്യൂവിൽ ഉണ്ടായിട്ടുള്ളത് 2023. അതേസമയം നെറ്റ് ഇൻകത്തിൽ പാൻഡമിക് സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് കമ്പനിയുടെ അറ്റാദായത്തിനുണ്ടായിട്ടുള്ള വർധനവെന്ന് പറയുമ്പോൾ 1365%, അതായത് 17.47 നിന്ന് 255.97 ഒരു വർധനവ്. മാർജിൻ പെർസെൻറ്റേജിലും അതുപോലെ തന്നെ ഉള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കമ്പനി ഇപ്പോൾ വളരെ മികച്ച നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് 2022 കാലഘട്ടത്തിൽ മാത്രമാണ് അതിനൊരു ചെറിയ വ്യത്യാസം വന്നത്. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 20,355 എംപ്ലോയീസ് ആണ് ബാങ്കിനുള്ളത്. ഇനി ഈ ഇഷ്യൂവിൻ്റെ ലീഡ് മാനേജേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആക്സിസ് ക്യാപിറ്റൽ, ICICI സെക്യൂരിറ്റീസും SBI ക്യാപിറ്റലുമാണ്. രജിസ്ട്രാർ KFin ടെക്നോളജീസും. ഇനി നമുക്ക് പിയർ കമ്പനികളെ നോക്കാം. നമുക്ക് അറിയാവുന്ന മിക്കവാറും എല്ലാ സ്മോൾ ഫിനാൻസ് ബാങ്കുകളും ഇതിൽ വരുന്നുണ്ട്. ലിസ്റ്റഡ് ബാങ്കുകളുടെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, സൂര്യോദയ്, അതുപോലെ ക്രെഡിറ്റ് ആക്സിസ്, സ്പന്ദന, സ്ഫൂർത്തി, ഉജ്ജീവൻ, അതുപോലെ ഇക്വിറ്റാസ്, ഫ്യൂഷൻ മൈക്രോ, ഉത്കർഷ് തുടങ്ങിയിട്ടുള്ള ബാങ്കുകളാണ്, സ്മോൾ ഫിനാൻസ് ബാങ്കുകളാണ് ഇതിൻ്റെ ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികളായിട്ട് ഇപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് ജന ബാങ്കിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ ഒന്ന് പരിശോധിക്കും. ഫെബ്രുവരി 7 മുതൽ 9 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. പ്രൈസ് ബാൻഡ് 399 രൂപ 93 രൂപ മുതൽ 414 രൂപ വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഏർണിങ്സ് ഒക്കെ വെച്ചൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇതൊരു റീസണബിളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഓഹരിയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഫ്രഷ് ഓഹരികൾ 462 കോടി രൂപയ്ക്കുള്ളതാണ്. ഇതിൻ്റെ ഓഫർ ഫോർ സെയിൽ 108 കോടി രൂപയ്ക്കുള്ളതും. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോൾ 570 കോടി രൂപയാണ്. 36 ഓഹരികളാണ് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ റീറ്റെയിലേഴ്സ് അപ്ലൈ ചെയ്യേണ്ടത് 13 ലോട്ട് വരെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. 35% ഓഹരികൾ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട്, 15% HNIസിനും 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അലോക്കേഷൻ വരുന്നത് ഫെബ്രുവരി 12 ആണെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. പിന്നെ ലിസ്റ്റിംഗ് NSEയിലും BSEയിലും ഉണ്ട്. ലിസ്റ്റിംഗ് വരുന്നത് ഫെബ്രുവരി 14 ഇനി ഇത് വാങ്ങണോ വേണ്ടിയോ എന്ന് ആലോചിക്കുന്നവരോട് പറയാനുള്ളത്, എപ്പോഴും ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ കമ്പനികളുടെ NPA ആണ് നമ്മൾ നോക്കേണ്ടത്. കിട്ടാക്കടം എന്ന് പറയുന്നത്, കിട്ടാക്കടം കഴിഞ്ഞ 2023 മാർച്ചിൽ 2.64% ആയിരുന്നെങ്കിൽ അത് സെപ്റ്റംബർ ആയപ്പോഴേക്കും 2023 സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും 0.87% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെറും 0.87% മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കിട്ടാക്കടം എന്ന് പറയുന്നത്. അത് നല്ലൊരു ലക്ഷണമാണ്, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബാങ്കാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇത് 4th ലാർജസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ പാൻഡമിക് കാലത്ത് മാത്രമാണ് അതിൻ്റെ അറ്റാദായത്തിലൊരു കുറവ് വന്നിട്ടുള്ളൂ. വളരെ മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാങ്ക് തന്നെയാണ്. ഇതിൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റൽ 104.59 കോടിയാണ്. മാർക്കറ്റ് ക്യാപ്പ് വരുമ്പോൾ ഇഷ്യൂ കഴിയുമ്പോഴത്തേക്കും 4330.04 കോടി രൂപയ്ക്കുള്ളതായിരിക്കും. അപ്പോൾ എടുത്തു പറയാവുന്ന ഒരു കാര്യം, ഒരു ഷോർട്ട് ടേം ആൾക്കാർക്കും അതുപോലെ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനും ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ബാങ്കാണ്. ഇതിനൊരു ലിസ്റ്റിംഗ് ഗെയിനും ലഭിക്കുമെന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ട് എൻ്റെ വിശ്വാസം. ജന ബാങ്കിൻ്റെ ഇഷ്യൂ വിശേഷം കേട്ടല്ലോ, ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ കമൻറ്റുകൾ ഇടുക, വീഡിയോയെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബായ്.